അപ്പോൾ തുടങ്ങാം. വൈകുന്നേരം 7 മണിക്ക് നെടുമ്പാശ്ശേരി വന്നിറങ്ങുന്ന ആളിനെ പിക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ 11 മണിക്ക് കോതമംഗലത്ത് നിന്ന് ഞങ്ങൾ പോകാൻ തയ്യാറെടുക്കുകയാണ്. സാറേ, വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ അകത്ത് ചിലപ്പോൾ കുറച്ച് ഓയിൽ ലീക്ക് വന്നിട്ട് അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അകത്തൂടെ സ്റ്റിയറിംഗിൽ കൂടെ വെള്ളം ചാടി വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ മൈലേജ് കുറയാറുണ്ട്. പുള്ളി ഒരുമാതിരി അയ്യടാന്നായിപ്പോയി. കാരണം പുള്ളി ഒരു അറു പിശുക്കനാണ്. അതിൻ്റെ കൂടെ പുള്ളി മനസ്സ് കല്ലാക്കിയിട്ടാണ് ഞങ്ങൾക്ക് 3 ചായ മേടിച്ചു തരാമെന്ന് പുള്ളി തീരുമാനിച്ചത്. അപ്പോഴത്തേക്കും ഞങ്ങൾ കയറി ഇരുന്നിട്ട് പൊറോട്ടയ്ക്കും ചിക്കനും ഓർഡർ കൊടുത്തു കഴിഞ്ഞു. പുള്ളി പല്ലൊക്കെ കടിച്ചിട്ട് അതേ മോനെ എന്നിങ്ങനെ പറയുന്നു. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സുഖകരമായിട്ട് ഇങ്ങനെ വരാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങാം. ഇന്ന് മഴ തന്നെയാണ്, അതുകൊണ്ട് ഇന്നത്തെ കഥയും നമുക്ക് അകത്ത് തന്നെയാക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കഥ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഹൗസ് ഓണറായിട്ടുള്ള വ്യക്തിയെ പറ്റി. ലോകത്തിലെ ഏറ്റവും നല്ല പിശുക്കന്മാരിൽ ഒരാളായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഹൗസ് ഓണർ എന്ന് പറയുന്നത്. പുള്ളിയെ ഞങ്ങൾ HOD എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കഥയിൽ നമുക്ക് പുള്ളിയെ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സും 2ാം നിലയിൽ ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഇറങ്ങി പതുക്കെ താഴെ വന്നേച്ച് പതുക്കെ കോളേജിലേക്ക് ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഈ HODയുടെ വൈഫ്, ഒരു പാവം സ്ത്രീ, പുള്ളിക്കാരി എന്നെ ഇങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, അതെ മോൻ കാർ ഓടിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓടിക്കും. എന്നാൽ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുമോ? ഇവിടുത്തെ സാറ് ഡൽഹി വരെ ഒന്ന് പോയിരിക്കുകയാണ്. പുള്ളി അപ്പോൾ ഇന്ന് വൈകുന്നേരം തിരിച്ച് കൊച്ചി എയർപോർട്ടിലെത്തും. ഒരു 7 മണിയാകുമ്പോൾ പുള്ളിയെ പോയി ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരാമോ? നമ്മുടെ കാർ പുറത്ത് കിടപ്പുണ്ട്, അവരുടെ റോൾ ടോപ്പ് ഉണ്ട്, അതെടുത്തുകൊണ്ട് പോയി ഒന്ന് പുള്ളിയെ പിക്ക് ചെയ്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നു പിന്നെന്താ ശരിയെന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് കോളേജ് കഴിയുമ്പോഴത്തേക്കും വന്നാൽ മതി, അതിനുവേണ്ടി ക്ലാസ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളുടെ കോളേജിലേക്ക് പോകുന്നു. ആ വീട്ടിൽ താമസിക്കുന്നതിൽ ഞാൻ മാത്രമേ ഉള്ളൂ സിവിലിൽ, ബാക്കിയുള്ളവരെല്ലാം മെക്കാനിക്കലാണ്. അവരവരുടെ ക്ലാസ്സിലേക്കും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്കും പോകുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കൂടെ രാവിലെ ഉണ്ടായിരുന്ന 2 അവന്മാരും എൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഡാ വാ പോവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകാനാണ്? നമുക്ക് HODയെ വിളിക്കാൻ പോകണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചടാ HODയെ വിളിക്കാൻ പുള്ളി 7 മണിക്കല്ലേ വരുന്നത്, അപ്പോൾ ആ സമയത്തേക്ക് അങ്ങോട്ട് പോയാൽ പോരെ, അല്ല ഇപ്പോഴേ പോകേണ്ട കാര്യം എന്താ? അപ്പോൾ അവന്മാർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, കുറച്ച് നേരത്തെ അങ്ങ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നാ പോകണ്ടെന്ന് പറയും, അതൊന്നും കുഴപ്പമുള്ള കേസല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാലും ശരി ഞാനല്ലേ വിളിക്കാൻ പോകുന്നത്, അതിന് നീയൊക്കെ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന്മാർ പറഞ്ഞു എടാ നിന്നെ പുള്ളിക്കാരി വെറും കൈയോടെ ഏതായാലും പറഞ്ഞു വിടുകയല്ല, ചിലവിനുള്ള പൈസയും പെട്രോൾ അടിക്കാനുള്ള കാശും ഒക്കെ ആയിട്ട് ശകലം പൈസ നിൻ്റെ കയ്യിൽ തരും, എന്നിട്ടേ നിന്നെ അങ്ങോട്ട് വിടത്തുള്ളൂ. അപ്പോൾ നീ ആ പൈസയും കൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒന്നിച്ചങ്ങ് പോവാം, ഇനി നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, ക്ലാസ് കട്ട് ചെയ്യുക ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. വൈകുന്നേരം 7 മണിക്ക് നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങുന്ന ആളിനെ പിക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ 11 മണിക്ക് കോതമംഗലത്ത് നിന്ന് ഞങ്ങൾ പോകാൻ തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ എന്നിട്ട് നേരെ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പുള്ളിക്കാരിയോട് താക്കോലി ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നു എന്തിനാ ഇപ്പോഴേ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇവന്മാർക്ക് ചെറിയ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു അതെന്താ ഇവരും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങളും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് അപ്പോൾ ഒരു മടിയുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ അത് ശരിയാകത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ താക്കോലിങ്ങി മേടിച്ചിട്ട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചാടി വണ്ടി എടുത്ത് ഒറ്റ പോക്കങ്ങ് പോയി. പുള്ളിക്കാരി ഒരു പാവമായതുകൊണ്ട് പുള്ളിക്കാരി കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പം ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പുള്ളിക്കാരി ഞങ്ങളുടെ കയ്യിൽ ചിലവിനായിട്ടൊരു 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തൊരു 300 രൂപയ്ക്ക് നേരെ പെട്രോൾ അടിച്ചതിന് ശേഷം നേരെ അങ്കമാലി കാലടി ആ വഴി കൂടെയൊക്കെ ചുമ്മാ കിടന്ന് വട്ടം കറങ്ങി ബാക്കി 700 രൂപയ്ക്ക് ഞങ്ങൾ 3 പേരും സുഭിക്ഷമായിട്ട് തിന്നിട്ട് വൈകുന്നേരം ഒരു 5-6 മണി വരെയൊക്കെ ഈ 300 രൂപയുടെ പെട്രോൾ കത്തിത്തീരുന്നതും വരെ ഞങ്ങൾ അതിലേക്കൂടെ എല്ലാം കറങ്ങിയിട്ട് ഒരു 7 മണിയോടടുത്ത് നെടുമ്പാശ്ശേരി ചെല്ലുന്നു. പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ദാ ഇറങ്ങി വരുന്നു. അപ്പോൾ ഞങ്ങൾ കൈ കാണിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഒന്നിച്ചാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ അതെ ഒന്നിച്ചാവുന്നത് നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയേക്കാം പക്ഷേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പുള്ളി ഒറ്റയ്ക്കല്ല. പുള്ളി ഡൽഹിക്ക് പോയത് പുള്ളിയുടെ മകൻ്റെ ഒരു ആവശ്യത്തിനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് പുള്ളിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ മകനെ ആക്കിയിട്ട് പുള്ളി തിരിച്ചു പോരാൻ നേരം ആ റിലേറ്റീവിൻ്റെ 2 മക്കൾ പുള്ളിയുടെ കൂടെ വന്നിട്ടുണ്ട്. ഒരു 10-25 വയസ്സ് പ്രായമുള്ള 2 പേര്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഓൾട്ടോ ഞങ്ങൾ 3 പേര്, HODയുടെ ബന്ധുക്കൾ 2 പേര്, അവരുടെ പെട്ടി, ഇത്രയും സാധനങ്ങൾ വേണം ഇനിയിപ്പോൾ നെടുമ്പാശ്ശേരിന്ന് കോതമംഗലത്തിലേക്ക് എത്താൻ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. പെട്ടിയെല്ലാം കൂടി ഒരുവിധം ഡിക്കിക്കകത്ത് കുത്തി കയറ്റിയിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു, HOD ഇപ്പോഴത്തെ സീറ്റിലിരിക്കുന്നു, പുറകിലത്തെ സീറ്റിൽ ഇവർ 4 പേരും ഇരിക്കുന്നു. എക്സ്ട്രാ വന്ന ലഗേജും മടിയിലും വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി നീങ്ങി തുടങ്ങിയ ആദ്യത്തെ പ്രശ്നം. കാരണം 1000 രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി തന്നെങ്കിലും അതിൽ 300 രൂപയ്ക്ക് അടിച്ചിട്ടുള്ളൂ. ആ 300 രൂപ ഞങ്ങൾ കത്തിച്ച് തീർക്കുകയും ചെയ്തു. വണ്ടി ഇങ്ങോട്ട് നീങ്ങിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു സാറേ പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൈസ തന്നില്ല, നിങ്ങൾ അതിന് പെട്രോൾ അടിച്ചില്ലേ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞ അടിച്ചതാണ് സാറേ, അവന്മാരെന്തോ പെട്രോളിന് പകരം മണ്ണെണ്ണ ഏതാണ്ടാണ് ഒഴിച്ചതെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ഇത് എം ടി ആയി ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ എൻ്റെ മെക്കാനിക്കൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ പുറകെ നിന്നിട്ട് പറയുന്നു, സാറേ വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ അകത്ത് ചിലപ്പോൾ കുറച്ച് ഓയിൽ ലീക്ക് വന്നിട്ട് അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അകത്തോടെ സ്റ്റിയറിങ്ങിൽ കൂടെ വെള്ളം ചാടി വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ മൈലേജ് കുറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ എന്തൊക്കെയോ പറയുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി പതുക്കെ ഇങ്ങനെ അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ പെട്രോൾ അടിക്കണം അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ട് അതെ അതെ എന്ന് പറയുന്നു. നേരെ പോയി പെട്രോൾ അടിക്കുന്നു. പുള്ളിയുടെ പൈസ വീണ്ടും നഷ്ടപ്പെടുന്നു. പുള്ളിക്ക് ഏതായാലും സന്തോഷമായി, മതിയായി, ഇങ്ങനൊരു ഉപകാരം ഇവന്മാരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും പുള്ളി ചിരിച്ച മുഖത്തോടെയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ വണ്ടി ഇങ്ങനെ പതുക്കെ നീങ്ങുന്നു. നേരെ വന്ന് നമ്മുടെ അങ്കമാലി റോഡിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വലതുവശത്തായിട്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു മര്യാദയ്ക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് അവിടെ കയറി ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറയുന്നു. അങ്ങനെ വണ്ടി ഉടനെ അങ്ങോട്ടേക്ക് തിരിക്കുന്നു. 6 പേരും കൂടെ അകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കും രാജാവ് തൊപ്പിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ തിരിഞ്ഞിട്ട്, എന്താ ചായയോ കാപ്പിയോ എന്നിങ്ങനെ ചോദിച്ചു. അത് ചോദിച്ചു തീർന്നത് എൻ്റെ കൂട്ടത്തിലിരുന്ന് ഒരുത്തൻ തലപൊക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 3 പേർക്കും പൊറോട്ടയും ചിക്കനും, പിന്നെ സാറിനൊക്കെ എന്താണേലും പറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളി ഒരുമാതിരി അയ്യടാന്നായിപ്പോയി. കാരണം പുള്ളി ഒരു 6 പിശുക്കനാണ്. അതിൻ്റെ കൂടെ പുള്ളി മനസ്സ് കല്ലാക്കിയിട്ടാണ് ഞങ്ങൾക്ക് 3 ചായ മേടിച്ചു തരാമെന്ന് പുള്ളി തീരുമാനിച്ചത്. അപ്പോഴത്തേക്കും ഞങ്ങൾ കയറി ഇരുന്നിട്ട് പൊറോട്ടയ്ക്കും ചിക്കനും ഓർഡർ കൊടുത്തു കഴിഞ്ഞു. പുള്ളിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പുള്ളി ഉടനെ സപ്ലയറോട് പറഞ്ഞു, എന്നാൽ അത് തന്നെ ഞങ്ങൾക്കും എടുത്തോ, 6 പേർക്കും പൊറോട്ടയും ചിക്കനും എടുത്തോ എന്ന് പറഞ്ഞു. പുള്ളിയുടെ മുഖം അങ്ങോട്ട് വല്ലാതെ ഡള്ളായിട്ട് മാറുന്നു. ആ ഡൾനെസ് കൂട്ടിക്കൊണ്ട് എൻ്റെ ഫ്രണ്ട് പറയുന്നു, സാറൊക്കെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് തളർന്നു വന്നാണ്, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. ഇവന്മാർക്കൊന്നും അതിൻ്റെ ബോധമില്ലെന്നേ. ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ മെനു കാർഡും പിടിച്ച് ഇവന്മാർ 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. ആ ടൈം വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റയടിക്ക് കയറി ഇവന്മാർക്ക് 2 പേർ കൂടെ ചേർത്ത് അങ്ങോട്ട് ഓർഡർ ചെയ്തത്. അതിപ്പോൾ ഉപകാരമായില്ലേ, പെട്ടെന്ന് തന്നെ സാധനം വരുമല്ലോ. എന്ന് പറയുന്നു. പുള്ളി പല്ലൊക്കെ കടിച്ചിട്ട് അതേ മോനെ എന്നിങ്ങനെ പറയുന്നു. ഫുഡ് വരുന്നു, കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ KGF പറയുന്ന പോലെ 8 ഷൂ പോളിഷ് ചെയ്താലായിരുന്നു എനിക്കൊരു ബണ്ണ് കിട്ടുന്നതെന്ന് പറയുന്ന പോലെ ഞാൻ എത്ര കഷ്ടപ്പെട്ട പൈസയാണ് ഇവന്മാർ ചിക്കൻ കാല് കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എക്സ്പ്രഷനിലാണ് പുള്ളി ഫുഡ് കഴിക്കുന്നത്. ഒരുവിധം അതും കഴിച്ച് അവിടുന്ന് സങ്കടത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ഫുഡ് കഴിക്കുകയും കൂടെ ചെയ്തതോടെ എല്ലാവർക്കും നല്ല ക്ഷീണവുമായി. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം സൈസുള്ള ആളുകളുമാണ്. നേരത്തെ പോലെ തന്നെ ഞാനും HODയും ഫ്രണ്ടിൽ കയറുന്നു. ബാക്കിൽ ഇവർ 4 പേരും കൂടി ഇങ്ങനെ ഇടിച്ചിടിച്ചൊക്കെ മടിയിൽ ബാഗൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കണ്ണാടി കൂടെ നോക്കുമ്പോൾ എനിക്ക് കാണാം ഇവന്മാർ 2 പേരും ഇങ്ങനെ ഇവരെ ഇങ്ങനെ നോക്കുന്നു. ഇവരുടെ നോട്ടത്തിലെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ HODയെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ, ഇവന്മാരെന്തിനാണ് ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവന്മാരുടെ എക്സ്പ്രഷൻ. HODയുടെ റിലേറ്റീവ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവനെ മാത്രം വന്നാൽ മതിയായിരുന്നല്ലോ, ഈ 2 അവന്മാരെന്തിനാണ് കയറി വന്നിരിക്കുന്നത് എന്നുള്ള എക്സ്പ്രഷൻ. പരസ്പരം ഈ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് സംസാരമൊന്നുമില്ല. ഒരു സംസാരമില്ലാതെ ഈ എക്സ്പ്രഷനുമായിട്ട് നേരെ അവസാനം കോതമംഗലത്ത് എത്തുന്നു. കോതമംഗലത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരെ ഇറക്കി വിടുന്നു. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് ചെന്ന് കൊണ്ടുപോയി വണ്ടി നിർത്തി ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് സാറേ എന്നാന്നെല്ലാം പറഞ്ഞ് പുള്ളിക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. പുള്ളി അതൊക്കെ മേടിച്ച് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ചേച്ചി ഇറങ്ങി വന്നു. ചേച്ചി വന്നിട്ട് ചോദിച്ചു, എങ്ങനെ യാത്രയൊക്കെ തളർന്നു പോയോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സുഖകരമായിട്ട് ഇങ്ങനെ വരാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഞങ്ങളൊന്നും അറിയാത്ത പോലെ പൊട്ടം കളിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് വന്നിട്ട് താക്കോലും കൊടുത്ത് ഞങ്ങളുടെ മുറികളിലേക്ക് പോയി. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന അത്രയും കാലം അവർ ഞങ്ങളുടെ അടുത്ത് അനാവശ്യമായിട്ട് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മാസാമാസം ഞങ്ങളുടെ റെൻറ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നോളൂ എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആ ഒരു വാക്കല്ലാതെ ഒരു വാക്ക് പോലും അവർ മിണ്ടിയിട്ടില്ല. അത് ദേഷ്യം കൊണ്ടല്ല, ഇവന്മാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസ നഷ്ടമാവുമോ എന്ന് പേടിച്ചിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് മിണ്ടിയിട്ടേ ഇല്ല. പുള്ളിക്ക് അന്നുണ്ടായ വിഷമം ശരിക്കും എന്തേരെ ഉണ്ടായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പിശുക്ക് എങ്ങനെയാണെന്ന് ശരിക്കും അറിഞ്ഞേ പറ്റും. അത്ര ഭീകരമായിട്ടുള്ള രീതിയിൽ പുള്ളി പല പിശുക്ക് കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ മുകളിലിരുന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് പുള്ളിയുടെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു റിസ്ക് പിന്നെ പുള്ളി ജീവിതത്തിൽ ഒരിക്കലും എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേസ്, ഞാനിന്ന് പറഞ്ഞ പിശുക്കുണ്ടായിരുന്ന ഒരാൾക്ക് വന്നൊരു അബദ്ധത്തിനെ പറ്റിയാണ്. എന്നാൽ എൻ്റെ ചില ഫ്രണ്ട്സിന് കയ്യിലെ ധാരാളിത്തം കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം എന്താണെന്നും അതുകൊണ്ടുണ്ടായ കോംപ്ലിക്കേഷൻസ് എന്താണെന്നും ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, signing off.